السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم فقهنا في الدين. اللهم لا علم لنا إلا ما علمتنا. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ അൽ കബായിർ എന്ന കിതാബാണ് നമ്മൾ പഠിച്ചു വരുന്നത്. വൻപാപങ്ങളെക്കുറിച്ചുള്ള ഓരോ അധ്യായങ്ങളും ഓരോ ക്ലാസ്സിലും സൂചിപ്പിക്കാറുള്ളത് പോലെ നമ്മൾ ഓരോരുത്തരും അങ്ങേയറ്റം ഗൗരവത്തിൽ ശ്രദ്ധിക്കുകയും അതിൽ നിന്ന് ഓടി അകലുകയും ചെയ്യേണ്ടതാണ് എന്ന കാര്യം ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ തിന്മകളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, 39-ാമത്തെ അധ്യായമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വായിച്ചത്. 39-ാമത്തെ അധ്യായം ബാബുൻ അൽ ബുഖ്ലു. അൽ ബുഖ്ൽ എന്നാൽ പിശുക്ക്. പിശുക്കുമായി ബന്ധപ്പെട്ട് അത് വിശദീകരിക്കുന്ന അധ്യായം, അഥവാ അത് വൻപാപമാണ് എന്ന് വിശദീകരിക്കുന്ന അധ്യായം. 2 ആയത്തുകളാണ് തുടക്കത്തിൽ ഷെയ്ഖ് റഹിമഹുള്ള ഈ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. ആ 2 ആയത്തുകളെക്കുറിച്ചും ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഷെയ്ഖ് പറയുന്നു, വഖൗലുല്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലദീന യബ്ഖലൂന വയഅ്മുറൂന അന്നാസ ബിൽ ബുഖ്ൽ. സൂറത്തു അന്നിസായിൽ 37-ാമത്തെ ആയത്തായിക്കൊണ്ട് അല്ലാഹു പറഞ്ഞു, അല്ലദീന യബ്ഖലൂന വയഅ്മുറൂന അന്നാസ ബിൽ ബുഖ്ൽ. ഏതൊരു കൂട്ടരാണോ പിശുക്ക് കാണിക്കുകയും അതോടൊപ്പം ജനങ്ങളോട് പിശുക്ക് കൽപ്പിക്കുകയും ചെയ്യുന്നത്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പിശുക്ക് കാണിക്കുന്നവരെയും മറ്റുള്ളവരോടത് കൽപ്പിക്കുകയും ചെയ്യുന്ന ആളുകളെ ആക്ഷേപിച്ചിരിക്കുന്നു. രണ്ടാമതായി ഷെയ്ഖ് റഹിമഹുള്ള അദ്ദേഹം സൂറത്തുൽ മആരിജിൽ നിന്നുള്ള 2 ആയത്തുകളാണ് കൊടുത്തിട്ടുള്ളത്. വഖൗലുഹു തആല, അല്ലാഹു തആല പറഞ്ഞു, വല്ലദീന ഫീ അംവാലിഹിം ഹഖ്ഖും മഅലൂം ലിസ്സായിലി വൽ മഹ്റൂം. മുഅ്മിനീങ്ങളെക്കുറിച്ചാണ് അല്ലാഹു ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അവരുടെ സമ്പത്തിൽ ചോദിച്ചു വരുന്നവർക്കും തടയപ്പെട്ടവർക്കും ഓരോഹരി ഉണ്ടായിരിക്കും. അഥവാ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അല്ലാഹു നൽകിയ സമ്പത്തിൽ നിന്ന് അവർ ചിലവഴിക്കും. പ്രത്യേകിച്ച് നിർബന്ധമായ മേഖലകളിൽ അവർ ഒരു മടിയും കൂടാതെ ചിലവഴിക്കുന്നതാണ്. അങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ചാണ് അല്ലാഹു ഇത് പറഞ്ഞത്. അവരിൽ ചോദിച്ചു വരുന്ന ആളുകളുണ്ടാകും. അഥവാ സാധുക്കളായ ആളുകൾ, ദരിദ്രരായ ആളുകൾ, ചിലർ ചോദിച്ചു വരും. അവർക്കുള്ള ഓഹരി മുഅ്മിനീങ്ങളുടെ സമ്പത്തിലുണ്ടായിരിക്കും. വൽ മഹ്റൂം, അതുപോലെ തന്നെ തടയപ്പെട്ടവർ, അഥവാ ചോദിച്ചു വരാത്ത, ചില തഫ്സീറു പ്രകാരം മുമ്പേ സമ്പത്തുണ്ടായിരുന്നു, പിന്നീട് അത് നഷ്ടപ്പെട്ടു പോയ, ദാരിദ്ര്യത്തിലേക്ക് വീണുപോയ ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് മുഅ്മിനീങ്ങളുടെ സമ്പത്തിൽ നിന്നും ഓഹരി ഉണ്ടായിരിക്കും. ഈ 2 ആയത്തുകളെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചതാണ്. അടുത്തതായി ഷെയ്ഖ് റഹിമഹുള്ള അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അൻ ജാബിറിൻ റളിയല്ലാഹു അൻഹു ഖാല, മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു
അദ്ദേഹം റിവായത്ത് ചെയ്യുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അഥവാ അവിടുന്ന് ആളുകളുടെ അവസ്ഥകൾ, വിശേഷങ്ങൾ ചോദിച്ചറിയാറുണ്ടായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഗോത്രത്തിൻ്റെ അതിൽപ്പെട്ട ഒരാളോട് ചോദിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മൻ സയ്യിദുക്കും യാ ബനി സലിമ, ബനു സലിമ ഗോത്രക്കാരെ ആരാണ് നിങ്ങളുടെ നേതാവ്? അപ്പോൾ സഹാബി പറയുകയാണ്, ഖുൽന, ഞങ്ങൾ പറഞ്ഞു, അൽ ജദ്ദുബ്നു ഖൈസ്, അൽ ജദ്ദുബ്നു ഖൈസ് എന്ന വ്യക്തിയാണ് നമ്മുടെ നേതാവ്. ഈ ഹദീസിൽ പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നല്ല സ്വഭാവത്തിൽപ്പെട്ടതാണ്, അതല്ലെങ്കിൽ അവിടുന്ന് നല്ല ഒരു നീതിമാനായ ഭരണാധികാരിയായിരുന്നു, ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിച്ച ആളായിരുന്നു എന്നതൊക്കെ അറിയിക്കുന്ന കാര്യമാണ്. അവിടുന്ന് ഇതുപോലെ ആളുകളുടെ, ഗോത്രങ്ങളുടെ, അങ്ങനെയുള്ള ആളുകളുടെ അരികിൽ ചെന്ന് അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. അങ്ങനെ അന്വേഷിച്ചതാണിത്. ബനു സലിമ ഗോത്രക്കാരോട് ചോദിച്ചു, ആരാണ് നിങ്ങളുടെ നേതാവ്? അൽ ജദ്ദുബ്നു ഖൈസ് എന്നാണ് അവർ പറഞ്ഞത്. എന്നിട്ട് അവർ പറഞ്ഞു, അലാ അന്നാ നുബഖിലുഹു, അൽ ജദ്ദുബ്നു ഖൈസ് എന്ന വ്യക്തിയെക്കുറിച്ച് അവർ പറഞ്ഞു, അദ്ദേഹം പിശുക്കുള്ള ആളാണ്, അദ്ദേഹം പിശുക്കനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ അയ്യു ദാഇൻ അദ്വഉ മിനൽ ബുഖ്ൽ, പിശുക്കിനേക്കാൾ ഗുരുതരമായ മറ്റെന്ത് രോഗമാണുള്ളത്? ബൽ സയ്യിദുക്കും അംറു ഇബ്നുൽ ജമൂഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അൽ ജദ്ദുബ്നു ഖൈസിനെ മാറ്റിയിരിക്കുന്നു, ഇനി അദ്ദേഹം നിങ്ങളുടെ നേതാവായി വേണ്ടതില്ല. മറിച്ച് അംറു ഇബ്നുൽ ജമൂഹ് എന്ന വ്യക്തിയെ ഇനി മുതൽ നിങ്ങളുടെ നേതാവായി നിശ്ചയിച്ചിരിക്കുന്നു. ഇമാം അൽ ബുഖാരി റഹിമഹുല്ല അദ്ദേഹം അൽ അദബുൽ മുഫ്രദ് എന്ന അദ്ദേഹത്തിൻ്റെ കിതാബിൽ കൊണ്ടുവന്ന സംഭവമാണിത്. സഹോദരങ്ങളെ, ഈ തലക്കെട്ടുമായി, നമ്മുടെ അധ്യായവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് അതിലുള്ളത്. ഒരു ഗോത്രത്തിൻ്റെ തലവൻ, നേതാവ്, അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അനുയായികളായ ആളുകൾ പറയുകയാണ്, അദ്ദേഹം പിശുക്കനാണ്. പിശുക്ക് എന്നത് ഗുരുതരമായ തെറ്റാണ്, അത് പാപമാണ്, വലിയ അപകടമാണ് എന്നതറിയിക്കാനാണ് ഈ ഹദീസ് ഷെയ്ഖ് റഹിമഹുല്ല ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയെ മാറ്റുകയുണ്ടായി, ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു. എന്നാണ് അവിടുന്ന് പറഞ്ഞ വാക്ക്, വ അയ്യു ദാഇൻ അദ്വഉ മിനൽ ബുഖ്ൽ, ബുഖ്ലിനേക്കാൾ, പിശുക്കിനേക്കാൾ ഗുരുതരമായ മറ്റെന്ത് രോഗമാണുള്ളത്? അഥവാ ഹൃദയത്തിന്, ഒരാളുടെ മനസ്സിൽ ബാധിക്കുന്ന ഗുരുതരമായ രോഗമാണ് പിശുക്ക്. അതിനേക്കാൾ വലിയ രോഗം എന്താണുള്ളത്? അതുകൊണ്ട് അദ്ദേഹം ഇനി ഈ സ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ല. എന്നിട്ട് അദ്ദേഹത്തെ നീക്കം ചെയ്തു. അംർ ഇബ്നുൽ ജമൂഹ് എന്ന വ്യക്തി, അദ്ദേഹത്തെക്കുറിച്ച് കാണാം, അദ്ദേഹം ഉദാരശീലനായിരുന്നു, ചെലവഴിക്കേണ്ടടുത്ത് കൊടുക്കേണ്ടടുത്ത് കൊടുക്കുന്ന ആളായിരുന്നു എന്ന് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക്, സഹോദരങ്ങളെ, അതാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഭാഗം. പിശുക്ക് എന്നത് ഗുരുതരമായ തെറ്റാണ്, അത് വൻപാപത്തിൽപ്പെട്ടതാണ് എന്നതാണ് നമ്മൾ പറഞ്ഞു വന്നത്. അതിനാണ് ഷെയ്ഖ് റഹിമഹുല്ല നേരത്തെ നമ്മൾ കേട്ട രണ്ട് ആയത്തുകളും ഈ ഹദീസും ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ളത്. പറഞ്ഞു വന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ട് ആയത്തുകൾ വിശദീകരിച്ചപ്പോൾ സൂചിപ്പിച്ചതാണ്, സ്വന്തമായി ഒരാൾ പിശുക്ക് കാണിക്കുക, ജനങ്ങളോട് പിശുക്കാൻ കൽപ്പിക്കുക വലിയ തെറ്റാണ്. അതേപോലെ തന്നെ മുഅ്മിനീങ്ങളുടെ അടയാളത്തിൽപ്പെട്ടതാണ് രണ്ടാമത് നമ്മൾ പറഞ്ഞ ആയത്തിൻ്റെ വ്യാഖ്യാനം. അവരുടെ സമ്പത്തിൽ നിന്നും സാധുക്കളായ ആളുകൾക്കൊരു ഓഹരി ഉണ്ടാകും. പണ്ഡിതന്മാർ പറഞ്ഞു, ഓരോ ദിവസവും, എല്ലാ ദിവസവും നമ്മുടെ സമ്പത്തിൽ നിന്ന് ചെറിയ ഒരു ഓഹരിയെങ്കിലും ചോദിച്ചു വരുന്നവർക്കും അതല്ലെങ്കിൽ അർഹതപ്പെട്ടവർക്കും അവകാശപ്പെട്ടവർക്കും കൊടുക്കുക എന്നുള്ളത് ഈ ആയത്തിൽ ഉൾപ്പെടാൻ കാരണമായി തീരും. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ പുകഴ്ത്തുകയാണ് ചെയ്തത്. വല്ലദീന ഹും ഫീ അംവാലിഹിം ഹഖ്ഖും മഅലൂം, മുഅ്മിനീങ്ങളുടെ
സമ്പത്തിൽ അവർക്ക് അറിയപ്പെട്ട ഓഹരി ഉണ്ടായിരിക്കും, അതല്ലെങ്കിൽ അവർ ആളുകൾക്ക് നൽകുന്നതാണ്. ലിസാഇലി വൽ മഹ്റൂം, രണ്ട് രൂപത്തിലുള്ള ആളുകളാണ് പൊതുവേ ഉണ്ടാവുക. ചില ആളുകൾ ചോദിച്ചു വരും, ചില ആളുകൾ ചോദിച്ചു വരികയില്ല. അപ്പോൾ ചോദിച്ചു വരുന്നവർക്കും കണ്ടറിഞ്ഞ് അർഹതപ്പെട്ടവർക്കും മുഅ്മിനീങ്ങളുടെ സമ്പത്തിൽ ഒരു ഓഹരി ഉണ്ടായിരിക്കും എന്നത് വലിയ കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അൽ ബുഖ്ൽ, പിശുക്ക് എന്നത് അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അതിൽ പ്രധാനപ്പെട്ടത് ഏതു മേഖലയിലാണ്? നിർബന്ധമായ അള്ളാഹു കൽപ്പിച്ച കാര്യത്തിൽ ഒരു കാരണവശാലും പിശുക്കുണ്ടാവാൻ പാടുള്ളതല്ല. അതേതാണ്? നിർബന്ധമായ സക്കാത്ത്. ഇസ്ലാമിൻ്റെ 5 സ്തംഭങ്ങളിൽ ഒന്നായ സക്കാത്ത് എന്നത് നിർബന്ധമാണ്. അതുപോലെ തന്നെ അതല്ലാത്ത ചിലവഴിക്കേണ്ട മേഖലകൾ, സ്വന്തം കാര്യത്തിലാവട്ടെ കുടുംബത്തിൻ്റെ കാര്യത്തിലാവട്ടെ, ഈ ആയത്തിൽ വന്നതുപോലെ പുറമെയുള്ള ആളുകളുടെ കാര്യത്തിലാവട്ടെ, മുഅ്മിനീങ്ങൾ അള്ളാഹുവിൻ്റെ നല്ലവരായ അടിമകൾ ഇസ്രാഫ് കാണിക്കാതെ അഥവാ അമിതവ്യയം, ധാരാളിത്തം കാണിക്കാതെ, പിശുക്കാതെ അതിനിടയിലായിരിക്കും അവർ ചിലവഴിക്കുക. ഈ കാര്യം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. സമ്പത്ത് എന്നത്, അതിനെക്കുറിച്ച് പരലോകത്ത് 2 ചോദ്യങ്ങളുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ഒരാളുടെ ഇരു കാലുകളും അനക്കാൻ സാധിക്കുകയില്ല എന്ന് ഹദീസിൽ കാണാം. ചില ചോദ്യങ്ങൾ മഹ്ശറിൽ വെച്ച് പരലോകത്ത് ചോദിക്കപ്പെടും. അതിലൊന്നാണ് വഅൻ മാലിഹി, ഒരാളുടെ സമ്പത്തിനെ കുറിച്ച് ചോദിക്കപ്പെടും. മിൻ ഐന ഇക്തസബഹു വഫീമ അൻഫഖഹു, എവിടുന്നാണ് വന്നത്, എവിടേക്കാണ് പോയത്? 2 ചോദ്യങ്ങളുണ്ടാകും. എവിടുന്ന് കിട്ടി, എങ്ങോട്ട് പോയി? അതുകൊണ്ട് സഹോദരങ്ങളെ, സമ്പത്ത് ചിലവഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ കാര്യങ്ങളിൽ നിർബന്ധമായി കൊടുത്തിരിക്കണം. ഐച്ഛികമായ, സുന്നത്തായ, പുണ്യകരമായ കാര്യങ്ങളിൽ ആ രൂപത്തിൽ ചിലവാക്കിയിരിക്കണം. ഇനി മുബാഹായ, അനുവദനീയമായ മേഖലകളുണ്ടാകും. മനുഷ്യന് പൊതുവെ താല്പര്യമുള്ള, നമ്മുടെ ഭൗതിക ജീവിതത്തിന് സന്തോഷം നൽകുന്ന, കൺകുളിർമ നൽകുന്ന, അങ്ങനെയുള്ള ഹലാലായ കാര്യങ്ങളുണ്ടാകും. അതിൽപ്പെട്ടതാണ് നല്ല ഭക്ഷണം കഴിക്കുക, നല്ല വസ്ത്രം ധരിക്കുക, അതുപോലെ യാത്രകൾ ചെയ്യുക, നല്ല വാഹനം സ്വീകരിക്കുക, വാങ്ങുക, നല്ല വീട് ഉണ്ടാക്കുക, അതിലുള്ള കാര്യങ്ങൾ. ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇസ്രാഫ് പാടില്ല എന്നുള്ളതാണ്. ഒരിക്കലും ഇസ്രാഫ് ഉണ്ടാവാൻ പാടില്ല. ഒരാൾക്ക് അള്ളാഹു നൽകിയതുപോലെ, എന്താണോ അള്ളാഹു നൽകിയത് അതിനനുസരിച്ച് ചെയ്യുക എന്നത് അനുവദനീയമാണ്. ഒരാൾക്ക് അള്ളാഹു ഒരുപാട് സമ്പത്ത് നൽകി, അയാൾ അതിനനുസരിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞാൽ അഹങ്കാരമില്ലാതെ, പിശുക്കാതെ, അള്ളാഹു അയാൾക്ക് നൽകിയ ആ രൂപത്തിൽ അയാൾക്ക് ജീവിക്കാം. ഇനി ഒരാൾക്ക് കാര്യമായി കിട്ടിയില്ല, അതിനനുസരിച്ചായിരിക്കണം ജീവിക്കേണ്ടത്. മുന്തിയ വസ്ത്രവും മുന്തിയ വാഹനവും വലിയ വീടും ഇതൊക്കെ സമ്പത്തില്ലാത്ത ഒരാൾ കൊതിക്കരുത്, അല്ലെങ്കിൽ അതിനു വേണ്ടി അയാൾ ഹറാമിലേക്ക് ചെന്ന് വീഴരുത്. വലിയ സമ്പന്നർ ജീവിക്കുന്നത് പോലെ സാധാരണ ഒരാൾ ജീവിക്കാൻ ശ്രമിച്ചാൽ അയാൾ ഹറാമിലേക്ക്, വലിയ അപകടത്തിലേക്ക് ചെന്ന് വീഴും. അപ്പോൾ ഓരോരുത്തർക്കും അള്ളാഹു നൽകിയതുപോലെ ജീവിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയത് എന്താണോ അതിൻ്റെ ചോദ്യമുണ്ടാകും, ശ്രദ്ധിക്കേണ്ടത്. അതിൽ പിശുക്കില്ലാതെ, ഇസ്രാഫില്ലാതെ ചിലവഴിക്കാനും അങ്ങനെ ജീവിക്കാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതാണ് സഹോദരങ്ങളെ അൽ ബുഖ്ൽ എന്ന അധ്യായവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അടുത്തതായി 40-ാമത്തെ അധ്യായം ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ബാബുൻ ഉഖൂബത്തുൽ ബുഖ്ൽ. ഉഖൂബത്ത് എന്ന് പറഞ്ഞാൽ ശിക്ഷ എന്നാണ് അർത്ഥം. അൽ ബുഖ്ൽ എന്നാൽ തൊട്ടു മുന്നേ പറഞ്ഞ കാര്യം എന്താണ്? പിശുക്ക്. പിശുക്കിനുള്ള ശിക്ഷ, അഥവാ കഴിഞ്ഞ അധ്യായവുമായി ബന്ധപ്പെട്ട ഒരധ്യായമാണ് ഈ അധ്യായവും. ബാബുൻ ഉഖൂബത്തുൽ ബുഖ്ൽ, പിശുക്കിന്
പരലോകത്ത് ലഭിക്കുന്ന ശിക്ഷയുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്ന അധ്യായം. സഹോദരങ്ങളെ, അൽ ബുഖുൽ, പിശുക്ക് എന്നത് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കി. വലിയ അപകടമാണ്, അത് വൻപാപമാണ്. അതൊരു മനുഷ്യനിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾ വൻപാപം ചെയ്തിരിക്കുന്നു. നമുക്കറിയാം, വൻപാപങ്ങൾക്ക് അനന്തരഫലമുണ്ടാകും. പൊതുവെ പാപങ്ങൾക്ക് അനന്തരഫലമുണ്ടാകും, അനന്തരഫലങ്ങളുണ്ടാകും. അത് ദുനിയാവിലും ആഖിറത്തിലും ഉണ്ടാകും. ദുനിയാവിലെ അനന്തരഫലങ്ങളെക്കാൾ നമ്മൾ പേടിക്കേണ്ടത് ആഖിറത്തിലെ, പരലോകത്തെ അനന്തരഫലത്തെക്കുറിച്ചാണ്, അഥവാ ശിക്ഷയെക്കുറിച്ചാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ മേഖലകളിൽ ചിലവഴിക്കാതിരിക്കുക, അതിൽ നിന്ന് പിടിച്ചു വെക്കുക, പിശുക്ക് കാണിക്കുക എന്നതൊക്കെ വലിയ അപകടമാണ്. അതിനുള്ള ശിക്ഷ എന്താണ്? ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്നും ആയത്ത് ഉദ്ധരിക്കുന്നു. വഖൗലുല്ലാഹി തആല, അള്ളാഹു തആല പറഞ്ഞു, സയുതവ്വഖൂന മാ ബഖിലൂ ബിഹി യൗമൽ ഖിയാമ. സൂറത്തു ആലി ഇമ്രാനിലെ 180-ാമത്തെ ആയത്താണ്. സയുതവ്വഖൂന മാ ബഖിലൂ ബിഹി യൗമൽ ഖിയാമ. അവർ ഏതൊന്നാണോ പിശുക്കി വെച്ചത്, കൊടുക്കാതെ പിടിച്ചു വെച്ചത്, അഥവാ സമ്പത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. അവർ അള്ളാഹു നിർബന്ധമാക്കിയ സകാത്ത്, അങ്ങനെയുള്ള നിർബന്ധ ബാധ്യതകൾ നിറവേറ്റാതെ പിശുക്കി വെച്ച ആ സമ്പത്ത് ഖിയാമത്ത് നാളിൽ അവരുടെ കഴുത്തിൽ മാലയായി ചാർത്തപ്പെടും. സഹോദരങ്ങളെ, ഈ ആയത്തിൻ്റെ തുടക്കം നമുക്കിങ്ങനെ കാണാം. അള്ളാഹു പറഞ്ഞു, വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലി ഹുവ ഖൈറുൻ ലഹും ബൽ ഹുവ ശർറുൻ ലഹും. ഏതൊരു കൂട്ടരാണോ അള്ളാഹു നൽകിയ ഔദാര്യത്തിൽ നിന്നും കൊടുക്കാതെ പിടിച്ചുവെച്ചത്, പിശുക്ക് കാണിച്ചത്, അവർ വിചാരിക്കേണ്ടതില്ല ഹുവ ഖൈറൻ ലഹും, അവർക്കത് നന്മയാണ് എന്ന്, അഥവാ അവർക്കത് ഉപകരിക്കും, അതുകൊണ്ട് വലിയ കാര്യമുണ്ട്, അത് സമ്പത്ത് നിലനിൽക്കും, ബാക്കിയാകും എന്നൊന്നും അവർ വിചാരിക്കേണ്ടതില്ല. ബൽ ഹുവ ശർറുൻ ലഹും, അവർക്കത് ഷർറായി ഭവിക്കുകയാണ് ചെയ്യുക. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്യുകയാണ്. ഏതൊരു സമ്പത്താണോ കൊടുക്കാതെ പിശുക്ക് കാണിച്ച് പിടിച്ചു വെച്ചത്, അതൊരിക്കലും നന്മയായി ഭവിക്കും എന്ന് വിചാരിക്കേണ്ടതില്ല. എന്നിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ തിക്തഫലത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നത്. സയുതവ്വഖൂന മാ ബഖിലൂ ബിഹി യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ഏതൊരു സമ്പത്താണോ അവർ പിശുക്കി പിടിച്ചു വെച്ചത്, അവരുടെ കൈകളിൽ വെച്ചത്, അതല്ലെങ്കിൽ സമ്പത്തായി അവർ കുന്നുകൂട്ടാൻ ശ്രമിച്ചത്, അതവരുടെ പിരടിയിൽ, കഴുത്തിൽ ചാർത്തപ്പെടും. അതുമായിട്ടായിരിക്കും പരലോകത്ത് അവർ വരിക. സഹോദരങ്ങളെ, ഇത് ഇങ്ങനെയുള്ള താക്കീത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കിതാബിൽ നൽകുക എന്നത് ഇത് വൻപാപമാണ് എന്നറിയിക്കുന്ന കാര്യമാണ്. നോക്കൂ, ഇത് പരലോകത്ത് ഈ രൂപത്തിൽ ഒരാൾ നിന്ദ്യനായിക്കൊണ്ട് വരിക എന്നത് വലിയ അപമാനമാണ്. അതൊരിക്കലും നല്ല ഒരു കാര്യത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയില്ല. മറിച്ച് തിന്മയാണ്, തെറ്റാണ്, വലിയ അപകടമാണ് എന്നറിയിക്കുന്ന കാര്യമാണിത്. നോക്കൂ നിങ്ങൾ, അള്ളാഹു ഈ ആയത്തിൽ ഓർമ്മപ്പെടുത്തിയ കാര്യം, പിശുക്കി വെച്ച സമ്പത്ത് ഒരിക്കലും ഉപകാരം ചെയ്യും എന്നൊരാളും വിചാരിക്കേണ്ടതില്ല. നിങ്ങൾ നോക്കൂ, അതുകൊണ്ടാണ് സക്കാത്തിന് സക്കാത്ത് എന്ന പേര് വരാനുള്ള കാരണം എന്താണ്? പണ്ഡിതന്മാർ പറഞ്ഞു, സക്കാത്ത് എന്ന് പറഞ്ഞാൽ ബറക്കത്ത്, അതുപോലെ ഉള്ളതിൽ വർധനവ്, പരിശുദ്ധി, സംശുദ്ധി എന്നൊക്കെയാണ് അർത്ഥം. ഒരാൾ തൻ്റെ സമ്പത്ത് ചിലവഴിക്കുന്നതിനനുസരിച്ച് അയാളുടെ സമ്പത്ത് ശുദ്ധിയാകും. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കിതാബിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ അള്ളാഹു റബ്ബുൽ ആലമീൻ കൊടുക്കുന്ന ആളുകൾക്ക് വമാ അൻഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫുഹു വമാ അൻഫഖ്തും മിൻ ഷൈഇൻ, നിങ്ങളൊരു കാര്യത്തിനും ചിലവഴിക്കുന്നില്ല, ഫഹുവ യുഖ്ലിഫുഹു,
അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് പകരം നൽകിയിട്ടല്ലാതെ. വഹുവ ഖൈറുർ റാസിഖീൻ, അവനാണ് ഏറ്റവും ഉത്തമനായ റിസ്ക് നൽകുന്നവൻ. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നതിനനുസരിച്ച് വർധനവ് നൽകും, അതിൽ യാതൊരു സംശയവും വേണ്ടതില്ല. നിർബന്ധമായ ഒരു കാര്യം, നിർബന്ധമായ സക്കാത്ത് പോലെയുള്ള ഇബാദത്ത്, അതൊരാൾ പിടിച്ചു വെക്കുമ്പോൾ അയാൾ വിചാരിക്കുന്നത് എന്താണ്? ഈ പൈസ കൊടുത്താൽ ചിലപ്പോൾ പൈസ തീർന്നു പോകും, അല്ലെങ്കിൽ അതിൽ കുറവ് വരും. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്? അതിൽ വർധനവാണ് ഉണ്ടാവുക. കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ സമ്പത്തിൽ സക്കാത്തിൻ്റെ നിസാബ് എത്തിയിട്ടുണ്ടെങ്കിൽ, അഥവാ സക്കാത്ത് കൊടുക്കാൻ നിർബന്ധമായ ആ ഒരു സമ്പത്ത്, അത് പണമാവട്ടെ, സ്വർണമാവട്ടെ, വെള്ളിയാവട്ടെ, അതല്ലെങ്കിൽ മൃഗങ്ങളാവട്ടെ, കച്ചവട വസ്തുക്കളാവട്ടെ, ഇതൊക്കെ സക്കാത്ത് കൊടുക്കാനുള്ള ഓഹരി എത്തിയിട്ടുണ്ട്, അത് കൊടുക്കേണ്ട സമയമായിട്ടുണ്ട് എങ്കിൽ ആ കൊടുക്കാനുള്ള ഓഹരി എന്നത് അത് നമ്മുടെ സമ്പത്തിൽപ്പെട്ടതല്ല. ഒരാൾക്ക് ഇന്ന് സക്കാത്ത് കൊടുക്കാൻ നിർബന്ധമാകും വിധം ഒരു സമ്പത്ത് കയ്യിൽ കിട്ടി, സ്വർണ്ണമാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ പൈസയാണെന്ന് വിചാരിക്കുക, നിസാബ് എത്തിയിട്ടുണ്ട്, ഒരു വർഷം അതങ്ങനെ തന്നെ അയാളുടെ കയ്യിൽ കിടന്നു, ഹൗലും തികഞ്ഞു എങ്കിൽ അടുത്ത വർഷം ഇതേ ദിവസം സക്കാത്ത് കൊടുക്കാനുള്ള എത്രയാണോ പൈസ, അത് അയാളുടെ പൈസ അല്ല. അതിന് 8 അവകാശികൾ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ നിശ്ചയിച്ചിട്ടുണ്ട്. അത് അവരുടേതാണ്. അതവർക്ക് ആർക്കാണോ നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നത് അവർക്ക് എത്തിക്കുക എന്നത് നമ്മുടെ മേൽ നിർബന്ധമാണ്. നമ്മുടെ ഔദാര്യമോ നമ്മളിങ്ങനെ കയ്യിൽ നിന്നെടുത്ത് കൊടുക്കുന്നതോ ഒന്നുമല്ല. നമ്മുടെ പൈസ അല്ലത്, നമ്മുടെ സമ്പത്തല്ലത്. അതിന് അവകാശികൾ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു, അത് അവരുടേതാണ്. അതങ്ങനെ കൊടുക്കുമ്പോഴാണ് സക്കാത്ത് ഉണ്ടാവുക, തസ്കിയത്ത് ഉണ്ടാവുക. അത് സമ്പത്ത് ശുദ്ധീകരിക്കും, നമ്മുടെ സമ്പത്തിൽ വർധനവ് നൽകും, അതിൽ ബറക്കത്തുണ്ടാകും, സമാധാനവും ശാന്തിയും ആശ്വാസവും ഒക്കെ ഉണ്ടാവും ആ സമ്പത്ത് കയ്യിലുണ്ടാവുമ്പോൾ. അതല്ലാത്ത കൊടുക്കാതെ പിടിച്ചു വെച്ച, പിശുക്കി വെച്ച സമ്പത്ത് ദുനിയാവിൽ തന്നെ അയാൾക്ക് ഒരു പക്ഷേ വലിയ ബാധ്യതയായി, ശിക്ഷയായി ഭവിക്കാൻ സാധ്യതയുണ്ട്. പരലോകത്താവട്ടെ ഇതൊക്കെ കഴുത്തിൽ ചാർത്തപ്പെട്ട രൂപത്തിൽ നിന്ദ്യനായി, അപമാനിതനായി അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ മുഴുവനും ഒരുമിച്ച് നിൽക്കുന്ന ആ അർദുൽ മഹ്ശറിൽ അയാൾ വരേണ്ടി വരികയും ചെയ്യുന്നതാണ്. ഹദീസിൽ ഇതുമായി ബന്ധപ്പെട്ട് പല വാക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താക്കീതുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ പിശുക്ക് കാണിച്ച് പിടിച്ചുവെച്ച സമ്പത്തുമായി ബന്ധപ്പെട്ട് വലിയ ഗുരുതരമായ താക്കീതുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ആയത്തിൻ്റെ ഒരു ഭാഗമാണ് ഷെയ്ഖ് ഇവിടെ കൊടുത്തത്. സയുതവഖൂന മാ ബഖിലൂ ബിഹി യൗമൽ ഖിയാമ. ഇത് പിശുക്കിനുള്ള അനന്തര ഫലമാണ്. പിശുക്കിന് പരലോകത്ത് ഖിയാമത്ത് നാളിൽ ലഭിക്കാനുള്ള ശിക്ഷയാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അടുത്തതായി ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം ഒരു ഹദീസാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഫീഹി, അദ്ദേഹം പറഞ്ഞു ഫീഹി, അഥവാ ഇമാം അൽ ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹവും ഇമാം മുസ്ലിം റഹിമഹുല്ലയും അവരുടെ സഹീഹുകളിൽ ഉദ്ധരിച്ച ഒരു സംഭവമാണ്. അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ അവർ ഒരിക്കൽ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, മാലി മാലുൻ ഇല്ലാ മാ അദ്ഖല സുബൈറു ഫഅതസദ്ദഖ്. അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ അവരുടെ ഭർത്താവാണ് അസ്സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു. അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകളാണ്, ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരി. അവരുടെ ഭർത്താവ് അസ്സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻ. അവരെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ അവർ പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലേ, മാലി മാലുൻ ഇല്ലാ അദ്ഖല സുബൈറു ഫഅതസദ്ദഖ്. എൻ്റെ കയ്യിൽ ചിലപ്പോൾ ചില സമ്പത്ത്, പൈസ, പണം ഉണ്ടാവാറുണ്ട്. പക്ഷേ സുബൈർ അഥവാ ഭർത്താവ് ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു അദ്ദേഹം എൻ്റെ അരികിലേക്ക് വന്നാൽ ഞാനത് അദ്ദേഹത്തിന് കൊടുക്കും.
ഇത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ലാ തൂഇ ഫയൂഇല്ലാഹു അലൈക്. ചില റിവായത്തിൽ കാണാം തസദ്ദഖി വലാ തൂഇ ഫയൂഅ അലൈക്. നീ സദഖ കൊടുക്കുക, നീ കൊടുക്കുക. ലാ തൂഇ, നീ എണ്ണി നോക്കരുത്. കൊടുക്കുമ്പോൾ ഇങ്ങനെ പേടിച്ചിട്ട് എണ്ണി നോക്കുന്ന സ്വഭാവം ചിലപ്പോൾ നമുക്കൊക്കെ ഉണ്ടാവാറുണ്ട്. ഒന്നുകൂടി ഇത് പോകാനുള്ള റബ്ബേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ലാ തൂഇ, നീ എണ്ണി നോക്കരുത്, അതിങ്ങനെ കണക്ക് കൂട്ടി പേടിച്ച് നിൽക്കരുത്. ഫയൂഇല്ലാഹു അലൈക്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ നിനക്കും റിസ്ക് നൽകുന്നതിൽ അള്ളാഹു കുറവ് വരുത്തും. സഹോദരങ്ങളെ നോക്കൂ, ഇത് ഒരു താക്കീതാണ്. സമ്പത്ത് ചിലവഴിക്കേണ്ട സന്ദർഭം എത്തിക്കഴിഞ്ഞാൽ കൈവറക്കരുത്, അതിന് എണ്ണി നോക്കരുത്. അതാണ് ലാ തൂഇ. പൈസ ഇങ്ങനെ എണ്ണി നോക്കി നിന്നാൽ ഇത് കൊടുക്കാൻ തോന്നൂല. അതായത് കൊടുക്കുമ്പോൾ എന്തായി, നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അതുകൊണ്ട് തന്നെ പൊതുവെ ഒരു ബേജാറുണ്ടാവും, ഒരു പേടി ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഉപദേശം കൊടുക്കുകയാണ്, തസദ്ദഖി, സദഖ കൊടുക്കുക, നീ കൊടുത്തേക്കുക. വലാ തൂഇ, നീ ഇങ്ങനെ എണ്ണരുത്, കണക്ക് കൂട്ടരുത്. അങ്ങനെ നീ കണക്ക് കൂട്ടിയാൽ, നീ അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും? ഫയൂഅ അലൈക്, നിൻ്റെ മേലും അതുപോലെ തന്നെ സംഭവിക്കും. അറബിയിൽ ഒരു ഖായിദ പറയപ്പെടാറുണ്ട്, അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ. എന്താണോ ഒരാളുടെ പ്രവർത്തനം അതിനാണ് അയാൾക്ക് പ്രതിഫലം കിട്ടുക. ഒരാളുടെ പ്രവർത്തനം ഖൈറാണോ അതിനനുസരിച്ചായിരിക്കും, ഒരാളുടെ പ്രവർത്തനം മോശമാണോ അതിനനുസരിച്ചായിരിക്കും അയാൾക്ക് കിട്ടുക. അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ എന്നാണ് അതിന് പറയുക. സൂറത്തുർ റഹ്മാനിൽ അള്ളാഹു ചോദിച്ചതുപോലെ, ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. ഇഹ്സാൻ, പുണ്യകരമായ നല്ല കാര്യം, നന്മകൾ, അതിന് നന്മയല്ലാതെ മറ്റെന്ത് പ്രതിഫലമാണുള്ളത്? അതുപോലെ തന്നെ തിന്മയുടെ കാര്യത്തിലും അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, തിന്മക്ക് തിന്മയായിരിക്കും തിക്തഫലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുകയാണ്, ലാ തൂഇ. ഇത് സഹോദരങ്ങളെ നമുക്കെല്ലാവർക്കുമുള്ള ഉപദേശമാണ്, നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് സ്വതക്ക, അതല്ലെങ്കിൽ നിർബന്ധമായ സക്കാത്ത്, ഇങ്ങനെ നിർബന്ധവും പുണ്യകരവും സുന്നത്തുമായിട്ടുള്ള മേഖലകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അവിടെ ഈ പറഞ്ഞ പോലെ നമ്മൾ പിന്തി നിന്നാൽ കുറ്റക്കാരായി പോകും. അതാണ് നേരത്തെയുള്ള ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ താക്കീത് ചെയ്തിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്തായ ഉപദേശമാണ് ഈ നൽകുന്നത്. ഇത് പൊതുവേ ആളുകളിൽ ഉണ്ടാവുന്നൊരു സ്വഭാവമാണ്. കുറേ പൈസ ഉണ്ടാവും, ഇനി എണ്ണി അവസാനം അതിൻ്റെ അടിയിൽ നിന്ന് ഒരു കീറിയ ധരിച്ചിട്ട് കൊടുക്കും സാധുക്കൾക്ക്. അത് ചെയ്യരുത്, അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. കൊടുക്കേണ്ടത് എപ്പോഴും നല്ല രൂപത്തിൽ നല്ലത് കൊടുക്കണം. അതെത്ര ചെറുതായാലും വലുതായാലും അതിൽ പിന്തി നിൽക്കരുത് എന്നാണ് ഈ പറഞ്ഞത്. ഈ ഹദീസ് വിശദീകരിക്കവേ ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് അദ്ദേഹം സൂറത്തുൽ ഖലമിലെ ഒരു സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇതിൽ നമുക്ക് വലിയ പാഠമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു തോട്ടക്കാരുടെ ചരിത്രമാണ് അതിൽ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ആരാണ് ആ തോട്ടക്കാർ? അവരുടെ പിതാവ്, ഉപ്പ, അദ്ദേഹം വിളവെടുപ്പിൻ്റെ ദിവസത്തിൽ അദ്ദേഹത്തിൻ്റെ ആ തോട്ടത്തിലേക്ക് വരുന്ന ആളുകൾക്ക് അതിൽ നിന്ന് നൽകാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കൾ പിതാവ് ചെയ്തുകൊണ്ടിരുന്ന ആ പ്രവർത്തനം ഇനി വേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. അള്ളാഹു സൂറത്തുൽ ഖലമിൽ 17-ാമത്തെ ആയത്ത് മുതൽ അങ്ങോട്ട് അവരുടെ ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. ഇന്നാ ബലൗനാഹും കമാ ബലൗന അസ്ഹാബൽ ജന്ന. ആ തോട്ടക്കാരെ നാം പരീക്ഷിച്ചതുപോലെ തീർച്ചയായും അവരെയും പരീക്ഷിച്ചിരിക്കുകയാണ്. ഖുറൈശികളെ കുറിച്ചാണ് പറഞ്ഞത്. അവർക്ക് കഴിഞ്ഞുപോയ ഒരു തോട്ടക്കാരുടെ ഉദാഹരണം അള്ളാഹു പറഞ്ഞു കൊടുക്കാൻ, അവരെ പരീക്ഷിച്ച ആ പരീക്ഷണം പറഞ്ഞു കൊടുക്കാൻ.
എന്താണ് ഇത്? അഖ്സമു ലയസ്രിമുന്നഹ മുസ്ബിഹീൻ. അവർ പരസ്പരം, കുറച്ച് മക്കളുണ്ട് ഈ വാപ്പാക്ക്, അവർ സത്യം ചെയ്തു. എന്താണ്? നേരം പുലരുമ്പോൾ തന്നെ തോട്ടത്തിൽ പോയി വിളവ് എടുത്തേക്കാം, ആളുകൾ വരുന്നതിന് മുന്നേ നമ്മൾ പരിപാടി കഴിഞ്ഞ് തിരിച്ചു വരണം, ആളുകൾക്ക് കൊടുക്കാൻ പാടില്ല എന്നതാണ് അവർ തീരുമാനിച്ചത്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ പരീക്ഷിച്ചു. അഥവാ അവരാ ചെയ്ത ദുഷ്പ്രവർത്തനത്തിന് തിക്തഫലം നൽകുകയുണ്ടായി. അള്ളാഹു അവരുടെ ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. അവർ ഫൻതലഖു വഹും യതഖാഫതൂൻ അല്ലാ യദ്ഖുലന്നഹ അൽയൗമ അലൈക്കും മിസ്കീൻ. അവരിങ്ങനെ ഒച്ചയുണ്ടാക്കാതെ, അവർ ശബ്ദമുണ്ടാക്കാതെ അങ്ങനെ മെല്ലെ നടന്ന് നീങ്ങി തോട്ടത്തിലേക്ക്. കാരണം ആരും കേട്ട് ഒച്ചയുണ്ടായിന് വന്നേക്കണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട് അവരങ്ങനെ ആ തോട്ടത്തിലേക്ക് നടന്ന് നീങ്ങുകയുണ്ടായി. പക്ഷേ അവരുടെ ആ സത്യം ചെയ്യലും അവരുടെ ആ മോശം പ്രവർത്തനം, അത് ചെയ്യാനുള്ള തീരുമാനവുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല തകർത്ത് തരിപ്പണമാക്കുകയുണ്ടായി. അള്ളാഹു പറയുകയാണ്, ഫതാഫ അലൈഹ തായിഫും മിർ റബ്ബിക വഹും നായിമൂൻ. ഇതൊക്കെ പറഞ്ഞ് രാത്രി അവർ ഉറങ്ങിയതാണ്. അള്ളാഹു പറയുകയാണ്, അവർ ഉറങ്ങിക്കൊണ്ടിരിക്കെ അള്ളാഹുവിൽ നിന്നുള്ള ഒരു ശിക്ഷ ആ തോട്ടത്തെ ബാധിക്കുകയുണ്ടായി. എന്താണ് സംഭവിച്ചത്? ഫഅസ്ബഹത് കസ്സരീം. അള്ളാഹു പറയുകയാണ്, ആ തോട്ടം മുഴുവനും മുറിച്ചെടുക്കപ്പെട്ടതുപോലെ, അഥവാ കരിഞ്ഞുപോയി, അതാരോ തീയിട്ട് നശിപ്പിച്ചതുപോലെ. നേരം പുലർന്ന് അവർ തോട്ടത്തിൻ്റെ അരികിലേക്ക് എത്തിയപ്പോൾ കാണുന്നത് തങ്ങളുടെ തോട്ടം കറുത്തിരുണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സംഭവം തന്നെ അവിടെ ഇല്ല. സുബ്ഹാനല്ലാഹ്. നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, ഇതിൽ വലിയ പാഠമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നത് തടഞ്ഞു വെക്കാൻ തീരുമാനിച്ചപ്പോൾ അവർക്ക് അത് തടയപ്പെട്ടു. അതാണ് ഈ ഹദീസ് നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ലാ തൂഇ. കൊടുക്കുന്ന സമയത്ത്, ചിലവഴിക്കുന്ന സമയത്ത് അതിങ്ങനെ എണ്ണി നോക്കി, എണ്ണി തിട്ടപ്പെടുത്തി അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് തക്കതായ തിക്തഫലമാണ് നൽകുക. ഷെയ്ഖ് പറയുകയാണ്, കമാ ഫിൽ ഹദീസി അൽ ആഖർ. മറ്റൊരു ഹദീസിൽ കാണാം, ഇർലഖി യുർലഖ് ലഖി. ഇർലഖി യുർലഖ് ലഖി ഐ വസ്സിഇ യുവസ്സഅ ലഖി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് ചില റിവായത്തിൽ കാണാം. ഇർലഖി. ഇർലഖി എന്ന് പറഞ്ഞാൽ തൊട്ടു മുന്നേ പറഞ്ഞ തൂഇ എന്നതിൻ്റെ നേർ വിപരീതമാണ്. അഥവാ നീ കൊടുക്കുക, നീ ചിലവഴിക്കുക, നീ ദാനധർമ്മം നൽകുക എന്നൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത്. അങ്ങനെ കൊടുത്താലോ യുർലഖ് ലക്കി, നിനക്കും നൽകപ്പെടും. നമ്മൾ ചിലവഴിച്ചാൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുത്താൽ, പിശുക്ക് കാണിക്കാതിരുന്നാൽ നമുക്കും തിരിച്ചു കിട്ടും എന്നതാണ്. ഐ വസ്സിഇ യുവസ്സഅ ലക്കി. എളുപ്പം നൽകുക. ഒരാൾ പ്രയാസവുമായി വന്നാൽ എളുപ്പം നൽകുക, പ്രയാസപ്പെടുന്ന ആളുകളെ സഹായിക്കുക. എങ്കിൽ നീയും സഹായിക്കപ്പെടും, നിനക്കും എളുപ്പം നൽകപ്പെടും. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഹദീസുകൾ സഹോദരങ്ങളെ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരവധി ഹദീസുകൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാം. ഒരു സഹോദരനെ ഒരാൾ സഹായിച്ചു കൊണ്ടിരിക്കുന്ന കാലത്തോളം അള്ളാഹു അയാളെ സഹായിക്കും. വല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫി ഔനി അഖീഹി. ഒരടിമ തൻ്റെ സഹോദരനെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന കാലത്തോളം അള്ളാഹു അയാളെയും സഹായിക്കും. ഇതൊക്കെ നോക്കൂ, ഒരാളുടെ പ്രവർത്തനത്തിനനുസരിച്ച് അള്ളാഹു നൽകുന്ന പ്രതിഫലമാണ്. ഈ രണ്ട് ഹദീസുകൾ, രണ്ട് റിവായത്തുകൾ നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ സൂറത്തുൽ ഖലമിലെ ആ ചരിത്രവും അതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ടതാണ്. ലാ തൂഇ ഫയുഇല്ലാഹു അലൈക്. നീ എണ്ണി നോക്കരുത്, അള്ളാഹുവും നിൻ്റെ കാര്യത്തിൽ അതുപോലെ ചെയ്യും. നിനക്കുള്ള ഉപജീവനം അള്ളാഹു തടഞ്ഞു കളയും. നേരത്തെ പറഞ്ഞില്ലേ, എണ്ണി നോക്കി, എണ്ണി തിട്ടപ്പെടുത്തി, അല്ലെങ്കിൽ കൊടുക്കാൻ നേരത്ത് ഇങ്ങനെ പേടിച്ച് ഭയന്ന് വിറച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചായിരിക്കും ഒരാൾക്ക് പ്രതിഫലം കിട്ടുക. നേരെ മറിച്ച് ഒരാൾ കൊടുക്കേണ്ട സമയത്ത്, ഒരാൾ നിർബന്ധമായിട്ടോ ഐച്ഛികമായിട്ടോ കൊടുക്കേണ്ട സമയത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു പേടിയും കൂടാതെ,
ഒരു മടിയും കൂടാതെ കൊടുത്തു കഴിഞ്ഞാൽ അല്ലാഹു റബ്ബുൽ ആലമീൻ അതിന് പകരമായി നൽകുന്നതാണ്. ഒരു സംശയവും അതിൽ വേണ്ടതില്ല. സ്വതക്ക എന്നത്, ദാനധർമ്മം എന്നത് ഒരാളുടെയും സമ്പത്ത് കുറച്ച് കളഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, നല്ല ഉദാരശീലരായ ആളുകൾ അവരെപ്പോഴും കൊടുത്തുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ടാണ്? കൊടുത്തിട്ട് തീരാത്തത് കൊണ്ടാണ്. കൊടുത്താൽ തീരുകയില്ല എന്നതിൻ്റെ തെളിവാണത്. നല്ല സമ്പന്നരായ ആളുകൾ, ജസാഹുമുല്ലാഹു ഖൈറൻ, നല്ല നല്ല കാര്യങ്ങൾക്ക് സഹായം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്, സഹോദരങ്ങളുണ്ട്. അവർ ഒരിക്കൽ പോയി, പിന്നെയും പോയി, ഇല്ല അടുത്ത വർഷം പോയാൽ പിന്നെയും കൊടുക്കും. എന്തുകൊണ്ടാണ്? കൊടുത്താൽ തീരില്ല എന്നുള്ളതിൻ്റെ തെളിവാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മറ്റ് ഏതെങ്കിലും വഴിയിലൂടെ, മറ്റു രൂപത്തിലൂടെ നൽകും. ഒരു സംശയവും അതിലില്ല. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ആളുകളെ സമീപിക്കുമ്പോൾ അവർ പിന്നെയും കൊടുക്കുന്നത്. അവർ കൊടുക്കുന്നത് കൊണ്ടാണ്. എത്രത്തോളം ചില സഹോദരങ്ങൾ അവരുടെ സമ്പത്ത് സക്കാത്തിൻ്റെ ഓഹരിയായാൽ അങ്ങോട്ട് വിളിച്ചിട്ട് കൊണ്ടുകൊടുക്കും, എത്തിച്ചു കൊടുക്കും. ഒക്കെ ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹ്, വലിയ ധീരന്മാർക്ക് പറഞ്ഞതാണ് ഹദീസിൽ വന്നതുപോലെ. സമ്പത്ത് ചെലവഴിക്കുന്ന സമയത്ത് ധീരന്മാരും ഭീരുക്കളും ഉണ്ടാകും. ധീരനായ ഒരു സത്യവിശ്വാസി അത് കൊടുക്കും, അല്ലാത്തവർ പിന്തി നിൽക്കും. അത് സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം. എന്താണോ നമ്മുടെ പ്രവർത്തനം അതിന് തിക്തഫലം നമുക്ക് ലഭിക്കും എന്നത് ഈ ഹദീസിലെ റിവായത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സൂറത്തു സബയിൽ പറഞ്ഞ ആയത്ത് കൂടി നേരത്തെ ഞാൻ ഓതിയിരുന്നു. വമാ അൻഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫു. ഏതൊരു മാർഗത്തിലാവട്ടെ ഒരാളും ചിലവഴിക്കുന്നില്ല അള്ളാഹു അതിന് പകരം നൽകിയിട്ടല്ലാതെ. അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. വഹുവ ഖൈറുർ റാസിഖീൻ. അള്ളാഹുവാണ് ഏറ്റവും ഉത്തമനായ ഉപജീവനം നൽകുന്നവൻ. റിസ്ക് നൽകുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരാൾ നൽകിയാൽ അള്ളാഹു അയാൾക്കത് പകരം നൽകും. അത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ് എന്നത് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക. അവസാനമായി ആ അദ്ധ്യായത്തിൽ ഷെയ്ഖ് റഹിമഹുല്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന ഹദീസാണ് കൊണ്ടുവന്നിട്ടുള്ളത്. വഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫൻ വഅഅതി മുൻഫിഖൻ ഖലഫൻ. ഇമാം അൽ ബുഖാരി റഹിമഹുല്ലയും ഇമാം മുസ്ലിം റഹിമഹുല്ലയും അവരുടെ സഹീഹുകളിൽ ഉദ്ധരിച്ച ഒരു ഹദീസാണിത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്തിരിക്കുന്നു. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, മാ മിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദു ഫീഹി ഇല്ലാ മലകാനി യൻസിലാനി ഫയഖൂലു അഹദുഹുമാ അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫാ വയഖൂലുൽ ആഖർ അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫാ. സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ മിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദു ഫീഹി ഇല്ലാ മലകാനി യൻസിലാൻ. അല്ലാഹുവിൻ്റെ അടിമകൾക്ക് ഒരു ദിവസവും നേരം പുലരുന്നില്ല അല്ലാഹുവിൻ്റെ രണ്ട് മലക്കുകൾ വാനലോകത്ത് നിന്ന് താഴേക്കിറങ്ങിയിട്ടല്ലാതെ. ഫയഖൂലു അഹദുഹുമ, അങ്ങനെ വാനലോകത്ത് നിന്ന് ഇറങ്ങി വന്ന രണ്ട് മലക്കുകളിൽ ഒരാൾ പറയും, അഥവാ ഒരാൾ പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫ, അല്ലാഹുവേ ചിലവഴിക്കുന്ന ആളുകൾക്ക് നീ അതിന് പകരമായി നൽകണമേ. വയഖൂലുൽ ആഖർ, രണ്ടാമത്തെ മലക്ക് പറയും, പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫ, അല്ലാഹുവേ പിടിച്ചു വെക്കുന്ന ആളുകൾക്ക് നീ നാശം നൽകണമേ. സഹോദരങ്ങളെ, തൊട്ടു മുന്നേ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അടിവരയിടുന്ന ഒരു ഹദീസാണിത്. അഥവാ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ആളുകൾക്ക് അള്ളാഹു പകരം നൽകും എന്ന് പറഞ്ഞു. പിടിച്ചു വെക്കുന്ന ആളുകൾക്കാവട്ടെ ശക്തമായ താക്കീതും നൽകപ്പെട്ടിട്ടുണ്ട്. നോക്കൂ, ഇങ്ങനെ ഒരു സംഭവം ഇല്ലാതെ ഒരു ദിവസവുമില്ല. എല്ലാ ദിവസവും നേരം പുലരുമ്പോൾ രണ്ട് മലക്കുകൾ വാനലോകത്ത് നിന്ന് താഴേക്കിറങ്ങും. എന്നിട്ട് അള്ളാഹുവിനോട് ഇത് പ്രാർത്ഥിക്കുമെന്നാണ്.
അപ്പോൾ കൊടുക്കുന്ന ആളുകൾക്ക് വീണ്ടും വീണ്ടും അതിന് പകരമായി അള്ളാഹുവെ നീ നൽകണേ എന്ന് അള്ളാഹുവിൻ്റെ മലക്കുകളിൽ ഒരാൾ പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താണ്? പണ്ഡിതന്മാർ പറഞ്ഞു, ഉത്തരം നൽകപ്പെടുന്ന പ്രാർത്ഥനയാണിത്. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി എന്ന പ്രാർത്ഥന അല്ല ഇത്. ഇത് ഉത്തരം നൽകപ്പെടുന്ന പ്രാർത്ഥനയാണ്. കാരണം അള്ളാഹുവിൻ്റെ മലക്കുകളാണ് പ്രാർത്ഥിക്കുന്നത്. അവർ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടും. ദഅവാത്തുൻ മുസ്തജാബാത്ത് പണ്ഡിതന്മാർ പറഞ്ഞതായി നമുക്ക് കാണാം. ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. അപ്പം അള്ളാഹുവെ കൊടുക്കുന്നവന് നീ വീണ്ടും നൽകണേ എന്നൊരു മലക്ക് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകും. അതുകൊണ്ട് സഹോദരങ്ങളെ നോക്കൂ, നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചെറിയ ഓഹരിയെങ്കിലും ഒരു ദിവസം കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ പ്രാർത്ഥനയിൽ ഉൾപ്പെടാൻ, നേരത്തെ നമ്മൾ കേട്ട ആയത്തിൽ അതിൻ്റെ പരിധിയിൽ വരാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ കൊടുക്കുന്ന മുഅ്മിനീങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ മലക്കുകൾ വീണ്ടും പ്രാർത്ഥിക്കുകയാണ് എല്ലാ ദിവസവും. അപ്പം അത് നോക്കൂ, ആ ആയത്തും ഈ ഹദീസും ഈ പ്രാർത്ഥനയും കൂട്ടി വായിച്ചു നോക്കൂ, എത്ര മഹത്തരമായ കാര്യമാണ്. അപ്പോൾ കൊടുക്കുന്ന ആളുകൾക്ക് അത് ലഭിക്കും, ആ മലക്കുകളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചിരിക്കും. അതുപോലെ ഏതൊരാളാണോ നൽകുന്നത് അയാൾക്ക് പകരം കിട്ടിയിരിക്കും എന്നതൊക്കെയാണ് നമ്മൾ അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. നേരെ തിരിച്ചു നോക്കൂ, രണ്ടാമത്തെ മലക്ക് പ്രാർത്ഥിക്കുന്നത് അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫൻ. പിടിച്ചു വെക്കുന്ന ആൾ അള്ളാഹു ആയത്തിൽ പറഞ്ഞില്ലേ, ബൽഹുവ ഷർറുല്ലഹും, ഒരു വിചാരിക്കേണ്ടതില്ല, ഖൈറാണ്, ഇതുകൊണ്ട് സമ്പത്ത് കുന്നുകൂടും, എനിക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യാം, വേറെ ഏതെങ്കിലും മേഖലയിലൊക്കെ ചെലവഴിക്കാം എന്നൊന്നും വിചാരിക്കേണ്ടതില്ല. അവർക്കത് ഉപദ്രവമായി തീരും. കാരണം നോക്കൂ, അള്ളാഹുവിൻ്റെ രണ്ട് മലക്കുകളിൽ ഒരാൾ പ്രാർത്ഥിക്കുന്നത് എന്താണ്? അള്ളാഹുവെ കൊടുക്കാതെ പിടിച്ചു വെക്കുന്നവന് നീ നാശം അല്ലെങ്കിൽ നഷ്ടം നൽകണമേ, സമ്പത്തിൽ വർധനവില്ലാതെ ബറക്കത്തില്ലാതെ നഷ്ടം വരുത്തി വെക്കണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ നോക്കൂ, പിശുക്കും ആ പിശുക്കിന് നൽകപ്പെടുന്ന അനന്തരഫലങ്ങളും അഥവാ ശിക്ഷകളും നമ്മൾ അങ്ങേയറ്റം കരുതിയിരിക്കേണ്ടതാണ്. അത് വൻപാപമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. പൊതുവെ സാധാരണ നാട്ടിൽ അറിയപ്പെട്ട പിശുക്കന്മാരൊക്കെ ആളുകൾ ഒരു നല്ല ഒരു പുകഴ്ത്തലിലൂടെയാണ് പറയുക, അയാൾ നല്ല പിശുക്കുള്ള ആളാണ്, അല്ലെങ്കിൽ പിശുക്കനാണ്, പിശുക്കൻ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ നോക്കൂ, ഒരു വൻപാപം ചെയ്ത ആളാണത്, വലിയ തെറ്റ് ചെയ്ത ഒരാളാണ് പിശുക്കുള്ള ഒരാൾ. അത് പുകഴ്ത്താനോ പ്രശംസിക്കാനോ അതിൻ്റെ പേരിൽ അറിയപ്പെടാനോ ഉള്ള കാര്യമല്ല അത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത അധ്യായം അടുത്ത ദർസിൽ വായിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ചെറുതും വലുതുമായ എല്ലാ തിന്മകളിൽ നിന്നും നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. എല്ലാവിധ വൻപാപങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മരണം വരെ അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ച് നിൽക്കാൻ, അതിലായി മരിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, ന്യൂനതകൾ, കുറവുകൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. വല്ലാഹു തആല അഅല വ അഅലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.